എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ലേ? ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDC ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ? അങ്ങനെ സ്ഥലം വിട്ടുകൊടുത്ത ബിഷപ്പും രംഗത്ത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് രേണു മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായില്ലേ? എന്താല്ലേ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പൊന്നുപോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ രേണു അങ്ങനെയല്ല എന്നിപ്പോ മനസ്സിലായല്ലോ. വീടും പരിസരവും വൃത്തിഹീനമായി വെക്കുന്നു. അതുപോലെ തന്നെ ആരുടെ പേരിലാണോ ആ ഭൂമി കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു വസ്തു കിട്ടിയത്, ആ ഒരു ദാനം കിട്ടിയത്, അതേ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് നശിപ്പിക്കുന്നു. കൊള്ളാം അല്ലെ? നമുക്ക് അച്ഛന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ബിഷപ്പിന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് അവിടേക്ക് ഒരു 50 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നതും ആ വീടിന്റെ തുടക്ക സമയത്ത് വെഞ്ചരിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ പോയൊരു മനുഷ്യനാണ്. ആകെ 2 തവണയാണ് രേണു വരെ കണ്ടിട്ടുള്ളൂ. 2 തവണ. ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ആ ഭൂമിയൊക്കെ ദാനം, ഇഷ്ടദാനം